വളരെ സ്മൂത്തായി എല്ലാവരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവരുടെ സീക്രട്ട് ടാക്ടിക്സ് നമുക്ക് ഓരോന്നായി പൊളിച്ചെടുക്കാം. സോ വെൽക്കം ടു ദ പാർട്ട് 1 ഓഫ് കമ്മ്യൂണിക്കേഷൻ മാസ്റ്ററി സീരീസ് ബൈ മെൻസ് ലോക്കർ. നിഷ്പ്രയാസം ആരോടും നന്നായി സംസാരിക്കാൻ നമ്മളെ പ്രാപ്തരാക്കുന്ന കോർ സ്കിൽസ് വളരെ പ്രാക്ടിക്കലായി നമ്മുടെ ലൈഫിൽ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്നതിനെയാണ് ഈ വീഡിയോയിൽ ഏറ്റവും അധികം പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. നമുക്ക് ബേസിക്സിൽ നിന്നും തുടങ്ങാം. ഹൗ ടു സ്റ്റാർട്ട് എ കോൺവെർസേഷൻ. നമുക്ക് ഒട്ടും പരിചയമില്ലാത്ത ഒരാളോട് അങ്ങോട്ട് കയറി സംസാരിക്കുക എന്നത് വളരെ ഭീകരമായ ഒരു ടാസ്ക്കാണ്, എസ്പെഷ്യലി ഫോർ ഇൻട്രോവേർട്സ്. സോ ഈ സമയത്ത് നമ്മൾ ഓർക്കണം, അപരിചിതരെ അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മുടെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പിന്നീട് അവരെ നമ്മൾ കണ്ടുമുട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ശ്രമം പാളിപ്പോയാലും അത് നമ്മെ കാര്യമായി ബാധിക്കുന്നില്ല. ഇനി കോൺവെർസേഷൻ തുടങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളാണ്. നമ്പർ 1, എൻവയൺമെൻറ്റ്. ജസ്റ്റ് ഇമാജിൻ, നമ്മൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്. സോ നമ്മുടെ അടുത്ത് നിൽക്കുന്ന ഒരാളോട് വളരെ കാഷ്വലായി ആ റൂട്ടിലെ ബസ്സുകളെക്കുറിച്ചോ അല്ലെങ്കിൽ അവരെങ്ങോട്ടാണ് പോകുന്നതെന്നോ ചോദിക്കാം. നമ്പർ 2, ആക്സസറീസ്. ലെറ്റ്സ് സേ നമ്മളുടെ അടുത്തുള്ള ആൾ ബൂട്ട് ഇട്ടിട്ടുണ്ടെന്ന്. സോ ഒട്ടും വിയേർഡ് ആവാതെ തന്നെ നമുക്ക് ചോദിക്കാം, ടൂർണമെൻറ്റ് കളിക്കാൻ പോവുകയാണോ? അതല്ലെങ്കിൽ ഒരു പോസിറ്റീവ് കമൻറ്റോടുകൂടി ചോദിക്കാം, അടിപൊളി ബൂട്ട്, എവിടുന്നാ വാങ്ങിയേ? ഇത്തരത്തിലുള്ള ചെറിയ സംഭാഷണങ്ങളിലൂടെ മറ്റുള്ളവരെ പരിചയപ്പെടുമ്പോൾ ഇറ്റ് വിൽ ഫീൽ മോർ നാച്ചുറൽ. ഇനി ബൈ ചാൻസ് നമ്മൾ മിണ്ടാൻ ആഗ്രഹിക്കുന്ന ആ വ്യക്തി മറ്റൊരാളുമായി സംഭാഷണത്തിലാണെങ്കിൽ അതിനെയും നമുക്ക് മറികടക്കാൻ സാധിക്കും. ഇറ്റ്സ് ബൈ യൂസിങ് ദ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ഇഫക്റ്റ്. അതായത് ഒരാൾക്ക് സുഖമായി ചെയ്യാൻ പറ്റുന്ന ജോലി ഒരു ഫേവറായി ചോദിക്കണം. ഫോർ എക്സാമ്പിൾ, നമ്മളുടെ കയ്യിലുള്ള സാധനം എടുത്ത് ഇതൊരു മിനിറ്റ് ഒന്ന് പിടിക്കാമോ എന്ന് ചോദിക്കാം. എന്നിട്ട് പേഴ്സിൽ നിന്ന് പൈസ എടുക്കുകയോ അല്ലെങ്കിൽ ബാഗിൽ വെച്ച സാധനം പെരുതുകയോ അതുമല്ലെങ്കിൽ ഷൂ ലേസ് ടൈറ്റായി കെട്ടുകയോ ചെയ്യാം. ഫൈനലി ഒരു വാം സ്മൈലോടുകൂടി താങ്ക് യു പറഞ്ഞ് ഒരു ലോഹ്യവും ചോദിക്കാം. ഇതിന്റെ സൈക്കോളജി എന്തെന്നാൽ മനുഷ്യൻ പൊതുവെ തനിക്ക് ഇഷ്ടമുള്ളവരെയാണ് ഫ്രീ ആയി സഹായിക്കുന്നത്. സോ ഇൻ റിവേഴ്സ്, ഒരാളെ ഫ്രീ ആയി സഹായിച്ചു കഴിഞ്ഞാൽ അവരോടുള്ള ഇഷ്ടക്കുറവും പരിചയക്കുറവും മാറിക്കിട്ടും.